ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സുട്ടുമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അന്മിക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാമയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് ബെഡ് റെസ്റ്റ് ആണ്. അപ്പോൾ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാനും സുട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ സുട്ടു ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇനി നാളത്തേക്കുള്ള മീൻകറി വെക്കണം. അത് ഞാനിന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാമയുടെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട് നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഇന്ന് മീൻകറി വെക്കുന്ന വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി തുടങ്ങാം. ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രധാന കുക്ക് കണ്ട് അൻവി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുട്ടു അൻവി കുളിപ്പിക്കാണ്ട് ഇപ്പം വരും. പ്രധാന കുക്കിൻ്റെ അനുഗ്രഹം മേടിക്കാം. ഏതാണ് മീൻ അനുഗ്രഹിക്കും? അപ്പോൾ ഇതേപോലെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മീൻകറി വെക്കാം. ഇപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടി ഇതാണ്ട് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നോക്കൂ. ഈ കാണുന്ന മോദപ്പീസാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്ന മീൻ. ഇപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടി ചീനച്ചട്ടിയല്ല ചട്ടി അടുപ്പത്ത് വെച്ച് റെഡിയാക്കാം. അപ്പോൾ മീൻകറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതിട്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിയും കാര്യങ്ങളെല്ലാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ ഇനിയും സംഭാഷണമൊന്നുമില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ മീൻകറിയും കൂട്ടിയിട്ട് അപ്പൻ ചപ്പാത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് തന്നെ നമ്മുടെ മീൻകറിയുടെ അഭിപ്രായം ചോദിക്കാം. പറയപ്പാ. മീൻകറി കൂട്ടി ഇന്ന് ചപ്പാത്തി തിന്നെയാണ്. വളരെ നല്ല മീൻകറിയാണ്. എരിവും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. മീന് എരിവും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല ചാറ് എന്താ പോലെ സാമ്പാർ പോലെ ഒഴിച്ച് തിന്നുന്നത്. ഇഷ്ടപ്പെട്ടോ ശരിക്കും? ഇങ്ങോട്ട് നോക്കി. ശരിക്കും അതമ്മ കൂട്ടിയോ? ഒരു കഷ്ണം കൂട്ടിയോ? ആ ഉണ്ടാവും ഒരു കഷ്ണം. നാളത്തെ മീൻകറി അപ്പനെ കൊണ്ട് വെപ്പിക്കുക. എങ്ങനെയുണ്ടോ നോക്കട്ടെ അച്ഛാ. അപ്പനെ അറിയാവോ? എന്റെ പോളിസി എന്നാ അറിയാമോ? നമ്മൾ ഇവിടുന്ന് അവിടോട്ട് ഇല്ല 10 രൂപ. നമ്മളത് കാണുമ്പോഴേ കട്ടൻ എടുക്കരുത്. നല്ല വെടിക്കെട്ട് കട്ടൻ 10 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ തലവേദന പോയി. ഈ തീ കത്തിച്ച് ഈ പരസ്യം തീ പിടിച്ചു.
ആര് അതപ്പം അടുക്കള കയറി ഈ പെരക്കൊന്ന് തീ പിടിക്കുന്നു. അത് തുറന്നു വെച്ച് നീ എങ്ങനെ ആളി പോയി എന്നെ എടുക്കുന്നേ. നല്ലപ്പൻ അതമ്മ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടപ്പൻ? നല്ല സൂപ്പർ. അപ്പൻ ഇത്ര അധികം പോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നന്നായിരിക്കുന്നു. അപ്പം കുറച്ചെങ്കിലും നന്നായിട്ടുണ്ട്. വെരി വെരി ഗുഡാണ് അപ്പം തന്നിരിക്കുന്ന റിവ്യൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണാം. അതുവരേക്കും അതേമേ.